ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വിഷുവിന് ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. അപ്പോൾ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എൻ്റെ ബേസിക് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ലാക്മേയുടെ ല്യൂമി ക്രീം അപ്ലൈ ചെയ്തു ഒരു ഡ്യൂയി ലുക്കിന് വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മളുടെ ബേസ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഷുഗറിൻ്റെ മാജിക് വാണ്ട് വാട്ടർ പ്രൂഫ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് 40 ബ്രവേ. ഇതൊരു യെല്ലോ അണ്ടർടോണുള്ള കൺസീലറാണ് ആൻഡ് ഹൈ കവറേജും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു കൺസീലറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈലൈറ്റും ചെയ്യും, അതേപോലെ തന്നെ നമ്മളുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും മാർക്സും എല്ലാം കവർ ചെയ്യുകയും ചെയ്യും. നല്ലൊരു ഹൈ കവറേജ് ഉള്ള കൺസീലറാണ്, അതേപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് കൺസീലറുമാണ്. അതുകൊണ്ട് ഈ ഒരു കൺസീലർ മാത്രമാണ് ഞാൻ എൻ്റെ ബേസ് മേക്കപ്പിന് യൂസ് ചെയ്യാറ്. ഫേസിൻ്റെ സെൻറ്റർ റീജിയനിലാണ് ഞാൻ ഈ ഒരു കൺസീലറിൻ്റെ ഡോട്ട്സ് പ്ലേസ് ചെയ്യാറ്. അതായത് നമ്മളുടെ ഫോർഹെഡിൻ്റെ സെൻറ്ററിൽ, ബ്രിഡ്ജ് ഓഫ് മൈ നോസ്, അതേപോലെ തന്നെ ചിന്നിൻ്റെ സെൻറ്ററിൽ, അണ്ടർ ഐ ഏരിയയിൽ ആ ഒരു റീജിയനാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു റീജിയനിൽ മാത്രം ഡോട്ട്സ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ഈ ഒരു കൺസീലർ നമുക്ക് വളരെ കുറച്ച് എമൗണ്ട് മതി അത്യാവശ്യം നമ്മുടെ ഫുൾ ഫേസ് കവർ ചെയ്യാനായിട്ട്. നമ്മൾ വേറെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കൺസീലർ തന്നെ നമ്മളുടെ ഇയറിലും നെക്കിലേക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോറെവർ 52 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബനാന ലക്ഷറി പൗഡറാണ്. ആക്ച്വലി ദിസ് ഇസ് എ ബനാന പൗഡർ. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ അണ്ടർടോണാണ്. ഇത് നമ്മളുടെ ഇന്ത്യൻ സ്കിൻ ടോണിനെ, അതായത് നമ്മളുടെ ബ്രൗൺ ബ്യൂട്ടീസിനെ നല്ലപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു യെല്ലോ അണ്ടർടോണുള്ള ഒരു ബനാന പൗഡറാണ്. ഇത് അത്യാവശ്യം നല്ല മാറ്റ് പൗഡറാണ്. അതുകൊണ്ട് നമ്മളുടെ ഓയിലി ടീ സോൺ റീജിയനിൽ നല്ലപോലെ ഒരു മാറ്റ് ഫിനിഷ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് പൗഡറാണ്. ഡ്രൈ സ്കിൻ പീപ്പിളിന് ഇത് ഒട്ടും സ്യൂട്ടാവില്ല. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലൈറ്ററാണ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു അടിപൊളി ഹൈലൈറ്ററാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറയുന്ന ഒരു ഹൈലൈറ്ററാണ്. വളരെ അഫോർഡബിൾ ആണ്. നമ്മളുടെ ചീക്ക് ബോൺസിൻ്റെ ആ റീജിയണിലും, അതേപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിൽ, ഫോർഹെഡിൻ്റെ സെൻറ്ററിൽ, നമ്മളുടെ ചിന്നിൻ്റെ സെൻറ്ററിൽ, അങ്ങനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസിൽ മാത്രം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഹൈലൈറ്ററാണ്. നെക്സ്റ്റ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത് മാർസിൻ്റെ ഐ ബിലോങ് ഇൻ യുവർ പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ഞാൻ എൻ്റെ ഐ ഷാഡോ ബേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഗ്ലിറ്റർ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഐ ഷാഡോ പാലറ്റ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോവർ ലിഡ്സിലും കൂടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യണം. കാരണം ലോവർ ലിഡ്സിൽ ഐ ഷാഡോ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഐസിനൊരു ഡെപ്തും ഡയമെൻഷനും കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സെയിം ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ഷാംപെയിൻ ഐ ഷാഡോ ഗ്ലിറ്റേഴ്സ് ആണ്. ആൻഡ് ഇത് നമ്മളുടെ ഐലിഡ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ലൈറ്റായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഐ ഷാഡോ പാലറ്റ് കയ്യിലില്ലാത്ത ആൾക്കാർക്ക് നമ്മളുടെ ഹൈലൈറ്റർ എടുത്തിട്ട് ഈ ഒരു ഗ്ലിറ്ററിന് പകരം ഹൈലൈറ്റർ നമ്മളുടെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മൂവിങ് ഓൺ ടു ഐബ്രോസ് ഞാൻ എപ്പോഴും ചെയ്യാറ് മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് ആൻഡ് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇതുവരെ ഇതിൻ്റെ പകുതി പോലും തീർന്നിട്ടില്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഐ മീൻ അത്രയും വർഷം നമ്മുടെ കയ്യിൽ ഈ ഒരു പെൻസിൽ ലാസ്റ്റ് ചെയ്യും. ഇത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷേ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസിനൊന്ന് ബുഷി ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐബ്രോ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഐബ്രോ ജെൽ ഇസ് ഫ്രം ബ്ലൂ ഹെവൻ. അപ്പം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മളുടെ ഐബ്രോ പെൻസിൽ വെച്ച് നല്ലപോലെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐസ് ഞാൻ എപ്പോഴും വിങ്ഡ് ഐലൈനറാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈക്കയുടെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൈനറാണ്. ആൻഡ് ഇത് വെച്ചിട്ട് വിങ്ഡ് ഐസ് ചെയ്തതിന് ശേഷം ഞാൻ കാജൽ യൂസ് ചെയ്ത് താഴെ ചെറുതായിട്ട് നമ്മളുടെ ആ ഒരു വിങ്സിലേക്ക് താഴത്തെ നമ്മളുടെ ഐലിഡ്സിൽ നിന്ന് കാജലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളുടെ ഐസിന് കുറച്ച് ലെങ്ത്ത് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ വിങ്ഡ് ഐസ് മാത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ഒരു മോഡേൺ ലുക്കായിരിക്കും ഉണ്ടാവുക. ലിപ്സ്റ്റിക് എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ്. ആൻഡ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത്
മേബലൈൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് റെഡ് സാങ്ക്രിയ. എൻ്റെ റെഡ് ഡ്രസ്സിന് മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തത്. ആൻഡ് ദിസ് ഇസ് എ ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്. അത്യാവശ്യം ഒരു കംഫർട്ടബിൾ മാറ്റ് ഫിനിഷാണ് ആൻഡ് അത്യാവശ്യം നല്ല കവറേജ് ഉണ്ട് ആൻഡ് നല്ലപോലെ ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഓയിലി ഫുഡൊക്കെ കഴിക്കുമ്പോൾ മാത്രം നമ്മളുടെ ലിപ്സിൽ നിന്ന് ഇത് റിമൂവ് ആവും, അതർവൈസ് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. പിന്നെ ഒരു ചെറിയ പൊട്ട് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. സോ ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് വിത്തൗട്ട് ഫൗണ്ടേഷൻ ഒരു അടിപൊളി മേക്കപ്പ് ഈ വിഷുവിന് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. ആൻഡ് ഇപ്രാവശ്യത്തെ വിഷു കൈനീട്ടായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.